വാസ്കോ ഡി ഗാമ കേരളത്തിലെത്തിയപ്പോൾ ജൂലൈ 3-ാം തീയതി തോമസ് അപ്പസ്തോലന്റെ ദുഖറാന തിരുനാൾ തദ്ദേശീയ ക്രൈസ്തവർ ആഘോഷിച്ചിരുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. തോമാശ്ലീഹായുടെ കാലത്ത് ദേവാലയം നിർമ്മിതിയോ കുരിശിനെ ആരാധിക്കുന്ന പതിവോ രൂപപ്പെട്ടിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. മാർത്തോമ ക്രിസ്ത്യാനികൾ മുഴുവനും ആദ്യ നൂറ്റാണ്ടിലെ ബ്രാഹ്മണരുടെ പിൻഗാമികളാണെന്ന വാദത്തിന് കാര്യമായ അടിസ്ഥാനങ്ങളില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മുടെ പിതാവായ മാർത്തോമ ശ്ലീഹ കേരളത്തിൽ വന്നിരുന്നു എന്നത് അനിഷേധ്യമായ ചരിത്ര സത്യമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. ചില നിക്ഷിപ്ത താല്പര്യക്കാരും ചരിത്രത്തെ വർഗീയപരമായി മാത്രം വായിച്ചെടുക്കാൻ നിർബന്ധ ബുദ്ധിയുള്ള ചില നിരീശ്വരവാദികളും മാത്രമാണ് ഈ ചരിത്ര സത്യത്തെ നാളിതുവരെ നിഷേധിച്ചിരുന്നത്. എന്നാൽ തോമാശ്ലീഹായുടെ ഭാരതാഗമനത്തിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം തികച്ചും അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് പോലും ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ ചരിത്ര സത്യത്തെ നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദുഖറാന തിരുനാള് അതിനുള്ള അവസരമായി നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും ചരിത്രത്തെ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ പക്ഷപാതപരമായ ആഖ്യാതാവിൻ്റെ പക്ഷം അതിൽ പങ്കുചേരുന്നു എന്നുള്ളത് വസ്തുതാപരമായ ഒരു സത്യമാണ്. പോളിഹെഡ്രോൺ ഇൻ്റലിജിബിലിറ്റി എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്രകാരം ചരിത്രത്തെ തോമാശ്ലീഹായുടെ ഭാരതാഗമനത്തെ നിഷേധിക്കുന്നവരിൽ ഇളംകുളം കുഞ്ഞൻപിള്ള, MGS, ഇടമറുക്, അതുപോലെ തന്നെ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഇവരുടെയൊക്കെയും രചനകളിൽ നാം ഈ ചരിത്ര സത്യത്തെ നിഷേധിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തുന്നു. അവർ പറയുന്ന വാദഗതികൾ പ്രധാനമായും സംഗ്രഹിച്ചാൽ, ഒന്നാമതായി AD 1-ാം നൂറ്റാണ്ടിൽ കേരള തീരത്ത് ഇങ്ങനെയൊരു ജനസമൂഹം ജീവിച്ചിരുന്നോ, അവിടെ നിന്ന് ഇപ്രകാരം ഒരു വ്യാപാര ബന്ധം പലസ്തീനായുമായി സാധ്യമായിരുന്നോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അവർ ചരിത്രപരമായി ഉന്നയിക്കുന്നു. 2, തോമാശ്ലീഹായുടെ ഭാരത പ്രേഷിതത്വത്തിൽ 15-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇത് പോർച്ചുഗീസുകാരുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ്. ഇതാണ് വാദം. 3-ാമതായി തോമാശ്ലീഹ കേരളത്തിൽ നമ്പൂതിരിമാര്, ബ്രാഹ്മണന്മാര് മാമോദീസ മുക്കി കേരളത്തിൽ നമ്പൂതിരിമാർ അഥവാ ബ്രാഹ്മണര് നിലകൊള്ളുന്നത് AD 7-ാം നൂറ്റാണ്ടോടുകൂടി മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. 4-ാമതായി ഉന്നയിക്കുന്ന മറ്റൊരു ന്യൂനതയായി ഇവർ പറയുന്നത്, തോമാശ്ലീഹായുടെ കഥയിൽ പറയുന്ന ഗുണ്ടഫർ രാജാവ് അഫ്ഗാൻ പ്രവിശ്യയിലെ ഒരു രാജാവാണ്, അത് കേരളമോ ഭാരതമോ ആയതിന് ബന്ധമില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതാണെങ്കിലും തോമാശ്ലീഹായുടെ ഈ ഭാരത പ്രേഷിതത്വത്തെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക. ഒന്നാമതായി, ഈ 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നുവെന്നും ആ ജനസമൂഹത്തിന് പലസ്തീനായുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ചരിത്രപരമായ വസ്തുത. ഇതിന് ഉപോദ്ബലകമായ അനേകം രചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് പലസ്തീനായിൽ നിന്ന് കപ്പൽ മാർഗം സ്ഥിരയാത്രാ സംവിധാനം ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അലക്സാണ്ട്രിയയിൽ നിന്ന് കെയ്റോയ്ക്ക് 420 മൈൽ തെക്കുള്ള കോപ്റ്റോസ് പട്ടണത്തിൽ നിന്ന് കടൽ മാർഗം എത്തുകയും തുടർന്ന് കരമാർഗം ചെങ്കടൽ തീരത്ത് മിയോസ് ഹോർമോസ് തുറമുഖത്തെത്തി വീണ്ടും
കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പ്രതിവർഷം ശരാശരി 120 കപ്പലുകൾ ഈ മാർഗത്തിലൂടെ ഇന്ത്യൻ തീരത്തേക്ക് പുറപ്പെട്ടിരുന്നതായി കേംബ്രിഡ്ജ് ഗവേഷകര പ്ലീനിയുടെയും സ്ട്രോബോയുടെയും രചനകളെ ആധാരമാക്കി സമർത്ഥിക്കുന്നുണ്ട്. ജെ.ഒ. തോംസന്റെ ഹിസ്റ്ററി ഓഫ് ഏഷ്യൻ ജിയോഗ്രഫി എന്ന പുസ്തകത്തിൽ നമുക്ക് ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും. ആരംഭത്തിൽ സിന്ധു നദീതടത്തിലേക്ക് പുറപ്പെട്ടിരുന്ന ഈ കപ്പലുകൾ പിൽക്കാലത്ത് മുസീരീസിലേക്കും, അതായത് കൊടുങ്ങല്ലൂരിലേക്ക് പോയിരുന്നതായും ഈ ഗവേഷകർ സമർത്ഥിക്കുന്നുണ്ട്. ടോളമിയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സമാനമായ കൃതികളിലും റോമൻ കപ്പലുകൾ ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൽ മുസീരീസിലേക്ക് വന്നതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വിഖ്യാത ഗ്രേക്കോ റോമൻ കൃതിയായ പെരിപ്ലസ് മാരി എറിത്രോയിൽ മുസീരിസ് തുറമുഖത്തിൻ്റെ വ്യാവസായിക പ്രാധാന്യം സമർത്ഥിക്കുന്നു. മുസീരിസിൻ്റെ വാണിജ്യ പ്രാധാന്യമാണ് യഹൂദമതത്തെയും ആര്യന്മാരെയും കേരളത്തിലേക്ക് ആകർഷിച്ചിരുന്നത്. സംഘകാല കൃതികളിലെ മുച്ചീരിയും വാൽമീകി രാമായണത്തിലെ മുരജിപ്പത്തനവും കാളിദാസ കൃതിയായ രഘുവംശത്തിലെ മുരുജി മാരുതവും മുസീരിസ് തന്നെയാണ് എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്ത് നടത്തിയ പട്ടണം എന്ന പേരുള്ള ഗവേഷണത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കണ്ടെത്തിയ റോമൻ നാണയ ശേഖരങ്ങൾ ഈ ചരിത്ര വസ്തുതയെ ശരിവയ്ക്കുന്നതാണ്. കേരളത്തിലെ യഹൂദർ പരമ്പരാഗതമായി സൂക്ഷിച്ചു പോരുന്ന രേഖകൾ അനുസരിച്ച് AD 68 കേരളത്തിലെത്തിയ യഹൂദർ ഇവിടെ ക്രിസ്ത്യാനികളെ കണ്ടതായുള്ള സാക്ഷ്യം ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. അതിനാൽ AD 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മനുഷ്യവാസമില്ലായിരുന്നെന്നോ ഉണ്ടായിരുന്നവർ ഭാഷ വശമില്ലാത്ത കാട്ടുജാതികളായിരുന്നെന്നോ വാദിച്ച് തോമാശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ ഖണ്ഡിക്കുന്നവരെ ചരിത്ര പണ്ഡിതർ എന്ന് വിളിക്കാൻ വിഷമമുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ തമിഴകം എന്ന പൊതുപ്പേരിൽ അറിയപ്പെട്ടിരുന്ന തെക്കേ ഇന്ത്യ ചേരം, ചോളം, പാണ്ഡ്യം രാജ്യങ്ങൾ ചേർന്നതായിരുന്നുവെന്നും ഇതിൽ കേരളക്കര ചേരരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നുമുള്ള പത്മനാഭമേനോൻ്റെ കേരള ചരിത്ര ഗ്രന്ഥത്തിലെ നിരീക്ഷണം വസ്തുതാപരമാണ്. 1-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ആര്യാവർത്തം എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയും ചേരനാട് എന്നറിയപ്പെടുന്ന കേരളവും ദക്ഷിണപഥം എന്നറിയപ്പെടുന്ന ഡെക്കാനും ഉൾപ്പെട്ടിരുന്നു. ആര്യാവർത്തത്തിൽ തക്ഷശിലയും ഡെക്കാനിൽ ബറൂച്ചും ചേരനാട്ടിൽ മുസീരിസും ആയിരുന്നു വാണിജ്യ കേന്ദ്രങ്ങൾ. സംഘകാല രചനകളായ എട്ടുതോക്കെ, പുറനാനൂറ്, അകനാനൂറ് എന്നീ കൃതികൾ ഈ കാലഘട്ടത്തിലെ കേരള സാമൂഹികതയുടെ ഏകദേശ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. BC 5-ാം നൂറ്റാണ്ട് മുതൽ തമിഴകത്ത് കേരളം ഉൾപ്പെടെ ആര്യന്മാരുടെ, ബ്രാഹ്മണരുടെ സ്വാധീനമുണ്ടായിരുന്നു. BC 6-ാം നൂറ്റാണ്ട് മുതലെങ്കിലും യഹൂദ കച്ചവടക്കാർ ദക്ഷിണേന്ത്യയിൽ എത്തിയിരുന്നതായി കരുതപ്പെടുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ യഹൂദരും ബ്രാഹ്മണരും തദ്ദേശീയരായ ആളുകളും ഇടകലർന്ന് ജീവിച്ചിരുന്ന സാമൂഹിക ക്രമമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് എന്നത് അച്യുതമേനോൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇക്കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥ കേരള സമൂഹത്തിൽ ജാതിപരമായി ശക്തമായിരുന്നില്ല. അതിനാൽ തോമാശ്ലീഹായുടെ കേരളാഗമനം ചരിത്ര വസ്തുതകളുമായി തികച്ചും ഒത്തുപോകുന്നതാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെയാണ് തോമാശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വം എന്ന ഐതിഹ്യം പ്രചരിച്ചത് എന്നാണ് ജോസഫ് ഇടമറുകിനെ പോലെയും പ്രൊഫസർ രാജൻ ഗുരുക്കളെ പോലെയുമുള്ള ചരിത്രകാരന്മാർ വാദിക്കുന്നത്. എന്നാൽ തോമാശ്ലീഹ പോർച്ചുഗീസുകാരുടെ സൃഷ്ടിയായിരുന്നില്ല. കാരണം പോർച്ചുഗലിൻ്റെ മധ്യസ്ഥ എന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. അതുകൊണ്ട്
തോമാശ്ലീഹായെക്കുറിച്ച് ഇവിടെ ഒരു പ്രചാരം നടത്തേണ്ട സാഹചര്യം വാസ്തവത്തിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ആദ്യ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരുടെ രചനകളെ അത് സഭയുടെ പക്ഷത്തു നിന്നുള്ള സാക്ഷ്യങ്ങളായി കരുതി അവഗണിച്ചാൽ പോലും വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ 1254 മുതൽ 1324 വരെ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾ ഏത് ചരിത്രകാരനും അംഗീകരിക്കുന്നതാണ്. തമിഴ്നാടിൻ്റെ കിഴക്കേ തീരത്ത് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹായുടെ കബറിടം കണ്ടെത്തിയതും ശ്ലീഹ മരിച്ചു വീണ സ്ഥലത്ത് ചുവന്ന മണ്ണ് വിശ്വാസികൾ രോഗശാന്തിക്കായി ഉപയോഗിച്ചിരുന്നതായും മാർക്കോ പോളോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാസ്കോ ഡി ഗാമ കേരളത്തിലെത്തിയപ്പോൾ ജൂലൈ 3-ാം തീയതി തോമസ് അപ്പസ്തോലന്റെ ദുഖറാന തിരുനാൾ തദ്ദേശീയ ക്രൈസ്തവർ ആഘോഷിച്ചിരുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഇവയൊക്കെയും സൂചിപ്പിക്കുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് മുൻപേ തോമാശ്ലീഹായെക്കുറിച്ച് ഇവിടെ ചരിത്ര സാക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. 15-ാം നൂറ്റാണ്ടിന് മുമ്പ് തെളിവുകളില്ല എന്ന് വാദിക്കുന്നവരുടെ ചരിത്രബോധം പക്ഷപാതപരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ക്രിസ്തുവർഷം 200-ൽ രചിക്കപ്പെട്ട ശ്ലീഹന്മാരുടെ പ്രബോധനം എന്ന ഗ്രന്ഥത്തിൽ തോമാശ്ലീഹായുടെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ എഫ്രേമിൻ്റെ രചനകളിൽ, അത് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്, തോമാശ്ലീഹായുടെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിവരിക്കുന്നതോടൊപ്പം ശ്ലീഹായുടെ തിരുശേഷിപ്പുകളെക്കുറിച്ചും വിശദീകരിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി നസിയാൻസന്റെ രചനകളിൽ ആര്യന്മാർക്കെതിരെയുള്ള പ്രഭാഷണ ഗ്രന്ഥത്തിൽ തോമാശ്ലീഹായുടെ ഭാരതാഗമനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. തീബൻ പണ്ഡിതനായ ഒരു അജ്ഞാത ഗ്രന്ഥകാരൻ്റെ രചന, ഒരു ഗ്രീക്ക് ഗ്രന്ഥം, ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥം AD 333-ൽ രചിക്കപ്പെട്ടതാണ്. പ്രസ്തുത ഗ്രന്ഥത്തിൽ തോമാശ്ലീഹാ തെക്കേ ഇന്ത്യയിലെ മുസീരിസ് തുറമുഖത്ത് വന്ന് സുവിശേഷം അറിയിച്ചതായി വ്യക്തമാക്കുന്നു. വിഖ്യാത പണ്ഡിതനായ വിശുദ്ധ ജെറോമിൻ്റെ രചനകളിൽ ആദ്യം ഉത്തരേന്ത്യയിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും തോമാശ്ലീഹാ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. സഭാപിതാവായ വിശുദ്ധ യൂസേബിയൂസിൻ്റെ രചനകളിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഭാരതത്തിൽ പര്യടനം നടത്തിയ പന്തേനൂസിൻ്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഹീബ്രു മൂലകൃതി സൂക്ഷിച്ചിരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ ഭാരതത്തിൽ കണ്ടതായാണ് യൂസേബിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നത്. യൂസേബിയൂസിൻ്റെ സഭാചരിത്രം 10-ാം അധ്യായം 23-ൽ നമുക്ക് ഇത് വായിച്ചെടുക്കാൻ സാധിക്കും. AD 325-ൽ നടന്ന നിഖ്യാ സൂനകദോസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു യോഹന്നാൻ മെത്രാൻ പങ്കെടുത്തതായുള്ള സാക്ഷ്യവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. മെഡിറ്ററേനിയൻ തീരത്തെ ചൈനയെയും ഇന്ത്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗമുണ്ടായിരുന്ന സിൽക്ക് റൂട്ടിന് സമാന്തരമായി കടൽ മാർഗം ഒരു മൺസൂൺ റൂട്ട് ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിൽ കാണപ്പെട്ട അരമായ ഭാഷയിലുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ള പന്തേനൂസിൻ്റെ പരാമർശം തീർച്ചയായും ഭാരതത്തിലെ തോമാശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം വഴി രൂപം കൊണ്ട സുവിശേഷ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ഇന്ത്യയിൽ ഈ സുവിശേഷം ആദ്യ നൂറ്റാണ്ടിൽ പ്രസംഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായെങ്കിലും ഈ വിവരണത്തെ നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ കലാമിന എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മദ്രാസ് നഗരത്തിൽ വെച്ച് കുന്തത്താൽ കുത്തിക്കൊല്ലപ്പെട്ടതായി തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകൾ അപഗ്രഥിക്കുമ്പോൾ ഏറ്റവും ആധികാരിക രചനകളായി ചരിത്രകാരന്മാർ പരിഗണിക്കുന്ന ഈ ആദിമ സഭാരേഖകളുടെ എല്ലാം പിൻബലത്തിൽ നമുക്ക് തോമാശ്ലീഹായുടെ ഭാരതാഗമനത്തെ സാധൂകരിക്കാൻ സാധിക്കും.
തോമാശ്ലീഹായുടെ കേരള പ്രേക്ഷിതത്വത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം തോമാശ്ലീഹ നമ്പൂതിരിമാരെ സ്നാനപ്പെടുത്തി എന്ന വാദത്തിൻ്റെ നിരർത്ഥകതയാണ്. ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ ശതകത്തിൽ കേരളത്തിൽ ബ്രാഹ്മണർ ഇല്ലായിരുന്നു എന്നതിനാൽ തോമാശ്ലീഹ ബ്രാഹ്മണരെ അഥവാ നമ്പൂതിരിമാരെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കി എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇവരുടെ വാദത്തിൻ്റെ പൊരുൾ. AD 7-ാം നൂറ്റാണ്ടോടെയാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടായത് എന്ന നിഗമനമാണ് മലബാർ മാനുവലിൽ വില്യം ലോഗൻ അവതരിപ്പിക്കുന്നത്. മലബാർ മാനുവലിലെ ഈ വാദമാണ് പലരും തങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കാൻ ഉപയോഗിക്കുന്നത്. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിൻ്റെ യാത്രാവിവരണത്തിൽ കേരളത്തിലെ ബ്രാഹ്മണരെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നതാണ് വില്യം ലോഗൻ തൻ്റെ വാദത്തിന് അടിസ്ഥാനമായി കരുതുന്നത്. എന്നാൽ KP കേശവമേനോൻ്റെ കേരള ചരിത്രത്തിൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. ഹുയാൻ സാങ് സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ബ്രാഹ്മണരുടെ സ്വാധീനം കുറവായിരുന്നു എന്ന് അനുമാനിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് അനുമാനിച്ചതാണ് വില്യം ലോഗന് തെറ്റുപറ്റാൻ കാരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിലും ഇതേ നിഗമനം തന്നെയാണ് സ്വീകരിക്കുന്നത്. PK ബാലകൃഷ്ണൻ രചിച്ച ജാതി വ്യവസ്ഥയും കേരളവും എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലേക്കുള്ള നമ്പൂതിരിമാരുടെ കുടിയേറ്റം ചെറുതും വലുതുമായ സംഘങ്ങളായി അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. മിലാനിലെ അംബ്രോസിൻ്റെ വിവർത്തന കൃതിയായ ബ്രാഹ്മണരുടെ ചര്യകൾ എന്ന കൃതിയിൽ മുസീരിസ് തുറമുഖത്തെക്കുറിച്ച് അവിടെ വസിക്കുന്ന ബ്രാഹ്മണ സമൂഹത്തെക്കുറിച്ചും നിരീക്ഷിക്കുന്നുണ്ട്. ടിയാനായുടെ അപ്പോളിയോണിസിൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്രാവിവരണത്തിൽ ഫിസോൺ നദീതടത്തിൽ, അതായത് ഗംഗാ നദീതടത്തിന് തെക്കേ ഇന്ത്യയിലെ മുസീരിസിലേക്കുള്ള യാത്രയെക്കുറിച്ചും അവിടെ വസിക്കുന്ന ബ്രാഹ്മണരെക്കുറിച്ചും അവർക്ക് സുവിശേഷം അറിയാമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചും വിശുദ്ധ ജെറോമിൻ്റെ രചനകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മണർ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ ഈ തെളിവുകളൊക്കെയും നമുക്ക് അവലംബമാക്കാവുന്നതാണ്. ആദ്യ ശതകങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണർ ജാതി ചിന്ത കൂടാതെ ഈ നാട്ടിലെ സംസ്കാരവുമായി ഇണങ്ങി ജീവിച്ചിരിക്കാനാണ് സാധ്യത. തോമാശ്ലീഹ കേരളത്തിൽ വന്ന് ഉന്നത കുലജാതന്മാരായ ബ്രാഹ്മണരെ മാത്രമാണ് മാനസാന്തരപ്പെടുത്തിയത് എന്ന വാദം കേരളത്തിലെ ചില സുറിയാനി ക്രിസ്ത്യാനികളുടെ ജാതിബോധത്തിൽ നിന്നുദിച്ച അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദമാകാനാണ് എല്ലാ സാധ്യതയും. പുരാതനമായ റംബാൻ പാട്ടിൽ തോമാശ്ലീഹ ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ക്രിസ്ത്യാനികളാക്കി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മാർത്തോമ ക്രിസ്ത്യാനികൾ മുഴുവനും ആദ്യ നൂറ്റാണ്ടിലെ ബ്രാഹ്മണരുടെ പിൻഗാമികളാണെന്ന വാദത്തിന് കാര്യമായ അടിസ്ഥാനങ്ങളില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. തോമാശ്ലീഹ കേരളത്തിൽ വന്നപ്പോൾ ഇന്നാട്ടിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഈ വിവിധ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് സമ്പർക്കമുണ്ടായിരുന്നുവെന്നും അവരിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായവരെ ഒക്കെയും തോമാശ്ലീഹ സ്നാനപ്പെടുത്തി എന്നും കരുതുന്നതാണ് കൂടുതൽ വസ്തുതാപരമായ സത്യം. നാലാമത്തെ ചരിത്രപരമായ ഒബ്ജക്ഷൻ അഥവാ എതിർപ്പ് എന്ന് പറയുന്നത് ഗുണ്ടഭർ രാജാവിനെ കുറിച്ച്. ഉത്തരേന്ത്യയിലെ ഗുണ്ടഭർ രാജാവിനെ കുറിച്ച് വിവിധ ഗ്രന്ഥങ്ങളിൽ സൂചനകളുണ്ട്. തോമായുടെ നടപടി അഥവാ തോമാശ്ലീഹ രചിച്ച സുവിശേഷം, തോമാശ്ലീഹയെ കുറിച്ച് രചിക്കപ്പെട്ട അപ്രമാണീ ഗ്രന്ഥങ്ങളാണ്. ഇവയിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിക്കപ്പെട്ട തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥം
തോമാശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെക്കുറിച്ച് നൽകുന്ന വിവരണം ഏറെ ഭാവാത്മകമാണ്. തൻ്റെ ഉത്ഥാനാനന്തരം ശ്ലീഹന്മാരെ അയക്കേണ്ട സ്ഥലങ്ങൾ ക്രിസ്തു നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചപ്പോൾ തോമായ്ക്ക് ഭാരത നാടാണ് ലഭിച്ചത് എന്നാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. വിദൂരദേശമായ ഭാരതത്തിലേക്ക് പോകാൻ വിസമ്മതിച്ച തോമാശ്ലീഹായെ ക്രിസ്തു ഗുണ്ടഫർ രാജാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ രാജാവായ ഗുണ്ടഫറിന്റെ കൽപ്പന പ്രകാരം വിദഗ്ധനായ ഒരു ശില്പിയെ തേടിയാണ് ഹബ്ബാൻ എന്ന ഗുണ്ടഫറിന്റെ കാര്യസ്ഥൻ പലസ്തീനയിലെത്തിയത് എന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു ചരിത്രരേഖ എന്നതിനേക്കാൾ ഉപരിയായി തോമാശ്ലീഹായും ഗുണ്ടഫർ രാജാവും തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കം ഈ ഗ്രന്ഥത്തിലെ നിഗമനങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് ഊഹിക്കാം. AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ രാജാവായിരുന്ന ഗുണ്ടഫറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗാദിന്റെയും പ്രവർത്തനങ്ങളെ ആധാരമാക്കിയുള്ള ശിലാലിഖിതങ്ങളും നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മെറ്റ്സിംഗറുടെ ഇൻഡോ ഗ്രീക്ക് രചനകളിൽ ഇതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. തക്സീബാമയിൽ നിന്ന് ഡോക്ടർ ബോളോ കണ്ടെത്തിയ ശിലാലിഖിതങ്ങൾ അനുസരിച്ച് AD 46-ാം ആണ്ട് മുതൽ ഗുണ്ടഫർ എന്ന പേരുള്ള രാജാവ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗൊണ്ടെഫോറസ് എന്നായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സംശയാതീതമായി തെളിയിച്ചിട്ടുണ്ട്. AD 20 മുതൽ 50 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലമായി രേഖപ്പെടുത്തിയിരുന്നത്. ഗൊണ്ടഫോറസിൻ്റെ മരണശേഷമാകാം തോമാശ്ലീഹ കേരളത്തിൽ എത്തിച്ചേർന്നത്. അലക്സാണ്ടറുടെ കാലം മുതൽ ഇന്ത്യയുമായി മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്നുള്ള വ്യാപാര ബന്ധവും ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള വസ്തുത. തോമാശ്ലീഹ നേരത്തെ സൂചിപ്പിച്ച സിൽക്ക് റൂട്ട് വഴിയോ മൺസൂൺ റൂട്ട് വഴിയോ ആദ്യം ഉത്തരേന്ത്യയിൽ, അതായത് ഗുജറാത്ത് തീരത്തെ ബറൂച്ചി തുറമുഖത്ത് എത്തുകയും അവിടുത്തെ ഏതാനും വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശേഷം കടൽ മാർഗം മുസീരിസിലെത്തി സുവിശേഷ പ്രഘോഷണം തുടർന്നു എന്ന നിഗമനമാണ് കൂടുതൽ വസ്തുതാപരം. അതിനാൽ ഗുണ്ടഫർ രാജാവ് വടക്കേ ഇന്ത്യയിലെ രാജാവായിരുന്നു എന്നതിൻ്റെ പേരിൽ തോമാശ്ലീഹായുടെ കേരള സന്ദർശനം അടിസ്ഥാനരഹിതമാണെന്ന് വാദിക്കുന്നത് അർത്ഥശൂന്യമാണ്. തോമാശ്ലീഹായുടെ ഉത്തരേന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയതിനെ കുറിച്ച് ബെനഡിക്റ്റ് മാർപ്പാപ്പ 2006 സെപ്റ്റംബർ 27 നൽകിയ സന്ദേശം ഈ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടതും പ്രസക്തമായി തീരുന്നത്. തോമാശ്ലീഹ ഭാരതത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര സാക്ഷ്യമായി നമുക്ക് പറയാവുന്നത് ഏഴരപ്പള്ളികളുടെ ചരിത്രവും. തോമാശ്ലീഹ താൻ സുവിശേഷം പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെയും ഒരു സഭാ സമൂഹത്തെ സ്ഥാപിക്കുകയും അവർക്കായി പള്ളിയോ ഒരു കുരിശോ ഒക്കെ നാട്ടി ഒരു സമൂഹത്തിൻ്റെ കേന്ദ്രമായി അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ ഏഴരപ്പള്ളികളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തോമാശ്ലീഹായുടെ കാലത്ത് ദേവാലയം നിർമ്മിതിയോ കുരിശിനെ ആരാധിക്കുന്ന പതിവോ രൂപപ്പെട്ടിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈശോ മിശിഹ നമ്മെ പഠിപ്പിച്ചതുപോലെ തോമാശ്ലീഹായും സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരെ വിശ്വാസ സമൂഹങ്ങളാക്കി രൂപപ്പെടുത്തി എന്ന് കരുതാൻ എല്ലാ ന്യായങ്ങളുമുണ്ട്. തോമാശ്ലീഹായുടെ പള്ളികളായി പരാമർശിക്കപ്പെടുന്നവയെ തോമാശ്ലീഹ സ്ഥാപിച്ച വലിയൊരു കെട്ടിടം പള്ളി എന്നുള്ളതിനേക്കാൾ ഉപരി സഭാ സമൂഹങ്ങളായി ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് നാം കരുതേണ്ടത്. ആരാധനാ സ്ഥലങ്ങൾ മരപ്പലകകൾ കൊണ്ടുള്ള
അറകളായിട്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നതിനാൽ 7 അരപ്പള്ളി എന്നുള്ളത് 7 അറപ്പള്ളി എന്ന് കരുതുന്നതാവും കൂടുതൽ വസ്തുതാപരം എന്ന് രാജൻ ഗുരുക്കളുടെ വാദം അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. തോമാശ്ലീഹായുടെ ഭാരത പ്രേഷിതത്വത്തിനുള്ള ഏറ്റവും സജീവമായ സാക്ഷ്യം മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരു ക്രൈസ്തവ സമൂഹം 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. BC 10-ാം നൂറ്റാണ്ട് മുതൽ പലസ്തീനായുടെ തെക്കേ ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങൾ മൂലം യഹൂദ കോളനികൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആദ്യം യഹൂദ കോളനികളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ തോമാശ്ലീഹായെ തുടർന്ന് തദ്ദേശീയരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി സ്നാനം നൽകുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവായ ആൽഫ്രഡ് ഇന്ത്യയിൽ തോമാശ്ലീഹായുടെ കബറിടത്തിങ്കിലേക്ക് കാഴ്ചദ്രവ്യങ്ങൾ കൊടുത്തയച്ചതായി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ നമ്മൾ വായിക്കുന്നു. 9-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്നെത്തിയ മുസ്ലിം സഞ്ചാരികൾ മാർത്തോമായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂരിനെ ബേസ് തോമായുടെ ഭവനം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആദ്യ സഹസ്രാബ്ദം മുതൽ മൈലാപ്പൂരിലെ തോമാശ്ലീഹായുടെ കബറിടം ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു എന്നുള്ളതിന് ഈ ചരിത്ര രേഖകൾ നൽകുന്ന സാക്ഷ്യം മതിയാകും. തോമാശ്ലീഹ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിത്വം വരിച്ച ചരിത്ര സത്യത്തിൻ്റെ നേർസാക്ഷ്യം മൈലാപ്പൂരിലെ ഈ കബറിട ദേവാലയമാണ്. പ്രിയമുള്ളവരെ, നാം ഇതുവരെ നടത്തിയ ചരിത്ര നിരീക്ഷണങ്ങളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ സുവ്യക്തമാണ്. ഒന്നാമതായി, തോമാശ്ലീഹ കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചിരുന്നു എന്നത് ചരിത്രപരമായി നമുക്ക് സാധൂകരിക്കാവുന്ന വസ്തുതയാണ്. രണ്ടാമതായി, തോമാശ്ലീഹ കേരളത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒന്നുകിൽ ഗുജറാത്തിലെ ബറൂച്ചി തുറമുഖത്ത് വന്നിറങ്ങിയോ അതല്ലെങ്കിൽ സിൽക്ക് റൂട്ട് വഴി കരമാർഗമോ ഉത്തരേന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചിരുന്നു. തോമാശ്ലീഹായുടെ ഭാരത പ്രേഷിതത്വത്തിന് ഒരു ഉത്തരേന്ത്യൻ ഘട്ടവും തുടർന്ന് കൊടുങ്ങല്ലൂരെത്തി ഒരു ദക്ഷിണേന്ത്യൻ ഘട്ടവും ഉണ്ടായിരുന്നു എന്ന് ന്യായമായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തോമാശ്ലീഹ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ മാർത്തോമ നസ്രാണികൾ എന്ന പേരിൽ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു എന്നും തോമാശ്ലീഹായുടെ കബറിടം ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ മൈലാപ്പൂരിൽ ആദരിക്കപ്പെട്ടിരുന്നു എന്നും ഉള്ള വസ്തുതയാണ്. അവസാനമായി, തോമാശ്ലീഹ വന്ന് മാനസാന്തരപ്പെടുത്തി മാമോദീസ നൽകിയവരെല്ലാം ബ്രാഹ്മണ കുലജാതരായിരുന്നു എന്നുള്ള ജാത്യ മേൽക്കോയ്മയുടെ അവകാശവാദങ്ങൾ പലപ്പോഴും അടിസ്ഥാനരഹിതമാകാനാണ് സാധ്യത. കാരണം തോമാശ്ലീഹ അങ്ങനെ ജാതിഭേദം കൂടാതെ ഇന്നാട്ടിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും സ്നാനപ്പെടുത്താൻ പരിശ്രമിച്ചു. വിശ്വസിച്ചവരെയെല്ലാം അദ്ദേഹം സ്നാനപ്പെടുത്തി. അതിൽ സവർണ മേധാവിത്വത്തിൻ്റെ സ്പർശമുണ്ടായിരുന്നു എന്നുള്ള അനാവശ്യവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ചിന്തിക്കാം. തോമാശ്ലീഹായെ നമ്മൾ അനുസ്മരിക്കുന്ന ഈ ദുഃഖറാന തിരുനാളിൽ തോമാശ്ലീഹ ഈ ഭാരത മണ്ണിന് വേണ്ടി ചെയ്ത വലിയ ത്യാഗങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും നമ്മുടെ ഈ അന്വേഷണവും ചരിത്ര പഠനവും സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദുഃഖറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.